സർപ്രൈസ് ദാ ഓക്കെയോ. സോ നോക്കാം രാവിലെ എന്താണ് നമ്മൾ കഴിക്കുക എന്നുള്ളത്. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര ഫുഡ് വേണമെന്നാ പറയുന്നേ. പണം എനിക്കൊരു പ്രശ്നമല്ല. സോ അടുത്തത് നമ്മൾ പോർക്ക് ബെല്ലി ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാൻ പോകണം. ദാസ നമ്മള് സൗകര്യം കിട്ടുമ്പോ തിന്നില്ലെങ്കിൽ ഒടുവിൽ ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിന് മുമ്പ് തന്നെ ഖേദിക്കാം. ബാഗ്യൂ നമുക്ക് മറ്റടുത്ത് കഴിക്കാം, അടുത്ത ഹോട്ടലിൽ കഴിക്കാം. ഇനി ഉണ്ടല്ലോ 2 ദിവസം കൂടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ ഫ്രൂട്ട്സിൽ തുടങ്ങാം. ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിൾ, പിന്നെ സെറ്റ് ഓഫ് യോഗേർട്സ്, ഗ്രീൻ ആപ്പിൾ. ഓക്കെ, ഗ്രീൻ ആപ്പിൾ, വാട്ടർമെലൺ, പിന്നെ ഓറഞ്ച്. ഇതെന്ത് ഫ്രൂട്ടാ? നമ്മുടെ നാട്ടിൽ കിട്ടും, ലുലു പോയി കിട്ടും, പേരറിയില്ല. സ്നേക്ക് ഫ്രൂട്ട്, ബാലിയുടെ സ്പെഷ്യൽ ഫ്രൂട്ട്, ആൻഡ് കുട്ടിപ്പഴം. ഈ പഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ഏത്തപ്പഴം. അത് ചെറുതായാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ ഇതിൻ്റെ കളറും ഏത്തപ്പഴത്തിൻ്റെ ഇതാണ്. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ള ആളുകൾക്ക് വരുവാണെങ്കിലും അവർക്ക് പറ്റിയ വെജിറ്റബിൾ ഭാജി, അങ്ങനത്തെ ഒരു ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡിഷസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു സാമ്പാൽ മത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ചമ്മന്തിയാണ്. ആ ചമ്മന്തിയും ഇത് സോസും എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ നോൺ വെജ് ഐറ്റംസും അതുപോലെ ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കുന്നത്. സാമ്പാൽ ബാത്ത്, ഇത് സോസേജ് ആൻഡ് പോർക്ക്. സാമ്പാൽ ബാത്ത് എന്തായിരുന്നു? ചമ്മന്തി. അത് കഴിച്ചു നോക്കി. ഇതിനു മുമ്പ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? സ്പൈസി ടേസ്റ്റ് ആണ്, ഒരു ചില്ലി ടേസ്റ്റ് ആണ്. ആസ് യൂഷ്വൽ ബ്രെഡ്സ്, ബട്ടർ അല്ല, ജാംസ്. ഇവരുടെ ഹോം മെയ്ഡ് ജാമാണ്. പപ്പായ ജാം, ജിഞ്ചർ ജാം, അതെ, മിൽക്ക് ആൻഡ് ജിഞ്ചർ, പൈനാപ്പിൾ, പീനട്ട് ബട്ടർ, സ്ട്രോബെറി, ഇതെല്ലാം ഇവരുണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇത് വെജിറ്റബിൾസ്, സാലഡ്സ്. എന്താ ഇത്? ബീഫ് പാസ്ട്രമി, കോൾഡ് കട്ട്സ്. അത് ഡയറക്റ്റ് കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് പാൻ കേക്ക്സ്, ലൈവായിട്ട് നല്ല പാൻ കേക്ക്സ് ഉണ്ടാക്കി തരും. അതിൻ്റെ ഉള്ളിൽ അവർ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് അലങ്കരിച്ച് സെറ്റാക്കി തരും. സോ ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഇവിടുത്തെ രീതിയിലുള്ളതാണിത്. ബാർബിക്യൂ സോസൊക്കെ ഒഴിച്ചിട്ട്. ഇത് ഫിഷിൻ്റെ ഒരു ഐറ്റമാണ്, കണ്ടോ അതിൻ്റെ ടെക്സ്ചർ കണ്ടോ. ഇത് ഫ്രൈഡ് നൂഡിൽസ്. ഊഫ്. പിന്നെ രാവിലെ തന്നെ ഇവർ റൈസ് കഴിക്കും. അതാണ് ഫ്രൈഡ് റൈസും ഉണ്ട്, നോർമൽ സ്റ്റീം റൈസും ഉണ്ട്. റൈസ് എനിക്ക് തോന്നുന്നു ഇവരുടെ നമ്മൾ അറിയാലോ, ശ്രീലങ്കയും മലേഷ്യ, തായ്ലൻഡിൽ, അങ്ങനെ ചൈനീസ് എല്ലാ സ്ഥലത്തെയും റൈസ് ഇമ്പോർട്ടൻ്റ് പോലെ ഇവിടെയും റൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. കേരളത്തിലെ പോലെയും ഇന്ത്യയിലെ പോലെയും തന്നെ. മധുരം 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 മധുരം, എങ്ങും എങ്ങും മധുരം. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇതെല്ലാം ഗ്ലൂട്ടൻ ഫ്രീ മഫിൻസ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡും ആണ്. ഇത് ഇവിടുത്തെ ബ്രെഡാണോ? എനിക്കറിയില്ല. കുറച്ച് എരിവുള്ള ബ്രെഡാന്ന് തോന്നുന്നു. എന്തോ സ്പൈസസ്, അതും ബട്ടറും നല്ലതായിരിക്കും. കഴിച്ചു നോക്കും മോനെ. എന്താ എന്റെ ഐഡിയ ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. കൊഞ്ചു കഴിക്കുക. സ്ട്രോബെറി ജാം. ജാമിന്റെ ടെക്സ്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഹോംമെയ്ഡ് തരി 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 സ്ട്രോബെറി, ഇത് പൈനാപ്പിൾ, പപ്പായ.
കഴിക്കൂ. കൊള്ളാവാ? സൂപ്പർ. അതെ അതെ, വെരി ഗുഡ്. സോ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബാഗ്യൂ നമുക്ക് മറ്റിടത്ത് കഴിക്കാം, അടുത്ത ഹോട്ടലിൽ കഴിക്കാം. ഇനി ഉണ്ടല്ലോ 2 ദിവസം കൂടെ. എന്താ ഓർഡർ ചെയ്തേ? ഡക്ക് ബ്രസ്റ്റ്. ആക്ച്വലി കുറേ നാളായി ഡക്ക് കഴിച്ചിട്ട്, നാട്ടിൽ നിന്നും കഴിച്ചിട്ട് കുറേ നാളായി. നമ്മുടെ നാട്ടില് ഈ ഡക്ക് കുട്ടനാടൻ അവിടുത്തെ ഗ്രേവി കറി മാത്രം കഴിച്ചു. ഡക്ക് ബ്രസ്റ്റ് ഗ്രില്ലൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ ഡക്ക് ബ്രസ്റ്റ് അത് കഴിക്കുന്നു, പിന്നെ പോർക്ക് ബെല്ലി ഫ്രൈഡ് റൈസ്. അതെ, നമുക്ക് എന്താ നോക്കാം. യെസ്, സോ ഡക്ക് ബ്രസ്റ്റ് സോസിൽ മുക്കൂ, കഴിക്കൂ. എന്താ ഭാവം മോനെ? സോസേജാ? അതല്ല ഞാൻ പറഞ്ഞത്, ഡക്ക് ബ്രസ്റ്റ് അല്ലാന്ന്. ഞാൻ പറയണ ഒന്നും കേൾക്കില്ല. സോറി. യെസ്, അതാണ് പീസ്. യെസ്, സോസിൽ മുക്കൂ. ഒന്നും കൂടെ ഇത് കഴിക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഡക്ക് ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല, അവിടെ കറിയിൽ എങ്ങനെ എഴുതുന്നു. How's it? നല്ല ജ്യൂസിയാണ്, അധികം മസാല ചേർത്തില്ല. വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ ഇനി ഞാൻ ഇതല്ലേ പീസ് ഡക്ക് ബ്രസ്റ്റ് എടുക്കുന്നു. സോസിൽ ഇത് ബ്ലൂബെറി സോസ് ആണ് കേട്ടോ, അത് പറയാൻ മറന്നു. ബ്ലൂബെറി സോസ്. സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടല്ലേ? ബ്ലൂബെറി സോസ് ഞാൻ നോക്കില്ല കേട്ടോ, അത് കൊള്ളാം. ഞാൻ ബാർബിക്യൂ സോസാണ് കഴിച്ചു. ഡക്കിന്റെ പ്രിപ്പറേഷൻ കിടു, ഉപ്പും കുരുമുളകും മാത്രം. വേറെ ആണോ? നല്ല പ്രിപ്പറേഷൻ അല്ലേ? ലൈക്ക് എനിക്ക് ഒരു എക്സ്ട്രാ മസാല ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുരുമുളകും ഉപ്പും കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യില്ല, എക്സ്ട്രാ. ഇതാണ് ബ്ലൂബെറി സോസ്, സോട്ടഡ് വെജിറ്റബിൾസ്. ഇതൊരു എക്സ്ട്രാ തന്നിട്ടുണ്ട് വേണമെങ്കിൽ. ഇത് പൊട്ടറ്റോ. ആ പൊട്ടറ്റോ ആണ് തോന്നുന്നത്, പൊട്ടറ്റോ ആണ്. ഇതെന്താണ്? അത് സോസേജ്. സോ അടുത്തത് നമ്മൾ പോർക്ക് ബെല്ലി ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാൻ പോകണം. ആദ്യമേ ക്രാക്കർ കഴിക്കട്ടെ, പോർക്ക് ക്രാക്കർ. ആദ്യമേ നമ്മൾ ഈ പോർക്കിൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ, എനിക്കൊന്നൊരു ബാർബിക്യൂ സോസ് വെച്ചിട്ടുള്ള പോർക്ക് പ്രിപ്പറേഷനാണ്, അത് ടേസ്റ്റ് ചെയ്യാം. ക്രാക്കർ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ലോണം. പോർക്ക് എപ്പോഴും അടിപൊളിയല്ലേ? അയ്യോ ഇടില്ല, സൂപ്പർ. ഇനി ഇതാ പോർക്കിൻ്റെ ഈ പീസ് കണ്ടോ? നമ്മൾ ഇങ്ങനത്തെ പ്രിപ്പറേഷൻ പോർക്കിൽ നാട്ടിൽ കണ്ടിട്ടില്ല. ഇല്ല, നാട്ടിലില്ല. നല്ല സോഫ്റ്റ്, അറ്റ് ദ സെയിം ടൈം വെളിയിൽ മൊത്തം ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കാണിച്ചാ അത് കാണിച്ചാ കണ്ടാ, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഇതിലും എനിക്കൊരു ഉപ്പും കുരുമുളകും ഒലിയും അതൊക്കെ മാത്രമേ ഉള്ളൂ. വളരെ മിനിമം സ്പൈസസ് ഉള്ളൂ, പക്ഷേ കിടുന്ന ടേസ്റ്റ്. ഇതെല്ലാം ഇടി ഇറച്ചി പോലെ. ടേസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ കഴിയുള്ളൂ. ബീഫ് ഇടിയിറച്ചി പോലെ പോർക്ക് ഇടിയിറച്ചി. വെരി ഗുഡ്. ഇതിൽ വേറെ എന്തോ ഒരു കുറച്ച് എരിവുള്ള എന്തോ ഒരു മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ അതെ, കുറച്ച് എരിവുണ്ട്. ഇത് പോർക്ക് സോസേജ് ആണ്, പക്ഷേ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതെ, എന്തോ ചീസാണെന്ന് തോന്നുന്നു. ചീസാന്ന് തോന്നുന്നു. ഇതുണ്ട് ഓണിയൻ, വെജിറ്റബിൾസ് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് പോർക്ക്. അല്ല, ഓണിയൻ ചീസ് ആണ്. ഓണിയൻ ചീസ്. ഓണിയൻ ചീസ് പോർക്ക് സോസേജ് ആണ്.
ആൻഡ് ഫൈനലി ഇതാ പോർക്ക് ഫ്രൈഡ് റൈസ്. ഓ, പോർക്കിൻ്റെ പീസ് ഉണ്ട് അതിനകത്ത് തന്നെ. പോർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പോർക്കിൻ്റെ ഒരു പോർക്ക് പ്ലാറ്റർ പോലെ പറയാം. ഇത് നോർമൽ ഫ്രൈഡ് റൈസ് അല്ല, ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാർ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന നമ്മുടെ ടേസ്റ്റാണ്. ചൈനീസ് വേറെ, ഇന്തോനേഷ്യൻ ഫ്രൈഡ് റൈസ് ആണ്. അയ്യോ, നല്ല ടേസ്റ്റ്. സൂപ്പർ. സോ നമ്മളുടെ ഡിന്നറിൻ്റെ മെനു ആണ് നിങ്ങൾ കണ്ടത്. സോ ഇനി നമുക്ക് ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, വേറെ ദിവസം ലഞ്ച്, അങ്ങനെ ഓരോന്ന് ഞങ്ങൾ കാണിക്കാം. ഓക്കെ, ഇനി ഞങ്ങൾ കഴിക്കട്ടെ. കശക്കുന്നു, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതാണ് അവർ സെറ്റ് ചെയ്തത്. ഇത് ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെയ്ത് കണ്ട. ഒരു ലവിൻ്റെ ഒരു സിമ്പിൾ വൈറ്റ് കളറും ചുറ്റും മൊത്തം റെഡൊക്കെ ഇട്ട് ഭയങ്കര സ്പീഡിൽ അവർ ചെയ്തു. ലൈറ്റ്സും ഇതെല്ലാം വെച്ചുകൊണ്ട് അതിന് 2 പേരൊന്നും വന്നുള്ളൂ. എന്നിട്ട് വളരെ പെട്ടെന്ന് നല്ല കിടിലൻ ആംബിയൻസ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇനിയിപ്പോൾ നോക്കാം. പക്ഷേ ഇത് വേറെ ലെവലായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഡേറ്റ് നൈറ്റാണ് ആക്ച്വലി ഇത്. ഇതാ പൂളും ഉണ്ട് അപ്പുറത്ത്. എന്തായാലും ഇത് കൊള്ളാം. ഇപ്പം ഇനി അടുത്ത സ്വാസിക ഇനി വരട്ടെ, വന്നിട്ട് നമുക്കിനി നോക്കാം എന്തായിരിക്കും റിയാക്ഷൻ എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഉറപ്പായിട്ടും അവളെ ഞെട്ടും. ഇതാണ് സർപ്രൈസ്. ഇതാ നോക്കിയോ, എങ്ങനെയുണ്ട് സർപ്രൈസ്? ഞാൻ പോലും സർപ്രൈസ് ആയിപ്പോയി. കണ്ട ഹാർട്ട് ഇത് എവറിത്തിങ് എന്താ, റിയലി നൈസ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് തന്നെ അപ്പറ്റൈസർ സീസർ സാലഡ് മുഖ്യം. ഇത് ഒരെണ്ണം മതിയാ, ഇതിന് വേറെ അറിയാമല്ലോ. ശരിയാ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. വന്നു മോനെ നമ്മുടെ മെയിൻ കോഴ്സ് സാൽമൺ വിത്ത് റൈസ്. ഹെൽത്തി കഴിച്ചോളൂ. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുഞ്ചു നന്നായി കഴിക്കും. ഞാനോ? അതാണ് എൻ്റെ ആഗ്രഹം. നീ കഴിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ വല്ലതും പകുതി കഴിച്ചു, ഇവിടെ മൊത്തം കഴിച്ചെടുക്കുന്നു. എങ്ങനെയുണ്ട്? വെരി ഗുഡ്. എൻജോയ് യുവർ മീൽ. സോ അങ്ങനെ നമ്മളുടെ എല്ലാം. ഡെസേർട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ അതും കൂടി കഴിച്ചാൽ നമ്മൾ ഡിന്നർ കംപ്ലീറ്റ് ആവും. ദിസ് ഈസ് ദ യോഗട്ട് പനക്കോട്ട. ഗുഡ്, നല്ല ഷേപ്പ്. കേക്ക് മറ്റ് സർപ്രൈസ് ആയിട്ട് കേക്ക് കിട്ടി. അവർ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊണ്ടുവന്നു. നമ്മളും ആരും പ്രതീക്ഷിച്ചില്ല. സോ യെസ്, ഇതാ കഴിച്ചോക്ക്. നല്ലതാ. യെസ്. ഇനി അടുത്തത് ബ്ലൂബെറി പാരക്കോട്ട. പുതിയ ടേസ്റ്റാ. യെസ്, നൈസ്. അപ്പോൾ ഇതെന്തായാലും കൊള്ളാം, നല്ലതാണെന്ന് പറഞ്ഞു. യെസ് യെസ്. അഗെയിൻ നമ്മുടെ കോഫി തിരിച്ച് എന്ത് രസം. ഹാർട്ടാണ്, എന്തോ ഒരു ചിഹ്നം. ആനിമൽ ഹാർട്ടാണ് ഇവിടുത്തെ കോഫി. ഒരു വികാരമാണ്. സോ ഈവനിങ് ആയാൽ ഞങ്ങളിപ്പോൾ ബാലി വന്ന ഈവനിങ് ടൈമിൽ നമ്മളൊരു കോഫി മസ്റ്റാണ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാലി വന്നിട്ട് കോഫി കുടിക്കുന്നത്. ഷുഗറിന്റെ ആവശ്യമില്ല, ഒന്നും വേണ്ട, ചുമ്മാ കുടിക്കുക. എന്തായി? അതിന്റെ ഹാർട്ട് ഇപ്പോഴുണ്ട്. എല്ലാം കഴിവാങ്ങൊക്കെ എന്റെ പൊന്നോ. രക്ഷയില്ല, ഒന്നും പറയില്ലടാ. നമ്മൾ ചുമ്മാ കുടിച്ചോണ്ടിരിക്കും. കാരണം കോഫി അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഒരു ബാലി കോഫിക്ക് സൂപ്പർ, വൺ ഓഫ് ദി ബെസ്റ്റ് കോഫി. ഹാർട്ട് ബാക്കി, എൻ്റെ ഒന്നുമില്ല. സാലഡ്സ് ഉണ്ട്, പാസ്തയുണ്ട്, പിന്നെ പോർക്ക്, ചിക്കൻ, ഫിഷ് എല്ലാം ഉണ്ട്. ഇവിടുത്തെ സ്റ്റിക്കി റൈസാണിത്. ഫ്രൈഡ് റൈസും ഉണ്ട്, വൈറ്റ് റൈസും ഉണ്ട്.
സോ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. ചെറിയ മെനു ആണ് ഇവിടെ ഉള്ളത്, പക്ഷെ ഉള്ളത് എല്ലാം ഇന്തോനേഷ്യൻ ഐറ്റമാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ക്രാക്കേഴ്സ് ഒരു വിധാനം എടുക്കാം. അതെ, കഴിഞ്ഞ ദിവസം നമ്മൾ പോർക്ക് ക്രാക്കേഴ്സ് കഴിച്ചു. ഇവിടുത്തെ നോർമൽ സാധാരണ പപ്പടം പോലെ തന്നെ ക്രാക്കേഴ്സ്, പ്രോൺ ക്രാക്കേഴ്സ്, പോർക്ക് എല്ലാം ഉണ്ട്. കൊള്ളാം. ഇത് പിന്നെ ചുമ്മാ സൈഡ് ബ്രെഡ് ബട്ടർ. പാസ്ത കഴിക്കുന്നതിന് കൂടെ ഞാൻ കോഫി ട്രൈ ചെയ്തു. ബ്ലാക്ക് കോഫിയാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റ്. ഇവിടുത്തെ കോഫി നമ്മൾ എവിടെയൊക്കെ കുടിച്ചോ എല്ലായിടത്തും കിട്ടുന്ന ടേസ്റ്റ്. വേറെ കംപ്ലീറ്റ് വേറൊരു ഫ്ലേവറാണ് വരുന്നത്. അങ്ങനെ ചുമ്മാ കുടിക്കാൻ തോന്നും. ബ്ലാക്ക് കോഫി സാധാരണ നമുക്കൊരു കമർപ്പിച്ച വൈ അങ്ങനെ ഇല്ല. നല്ല കടുപ്പുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ്. നമുക്ക് ട്രൈ ചെയ്യുന്നത് മറ്റേ ലുവാക് കോഫിയാണ്, അത് നോക്കണേ. സോ ഞാൻ കുറച്ച് ഡെസേർട്ട് പോലെ എടുത്തു. മറ്റേ ബ്ലാക്ക് പൊറിഡ്ജ്, ഇത് പായസമാണ്. ബ്ലാക്ക് പൊറിഡ്ജ്, ബ്ലാക്ക് റൈസ് പൊറിഡ്ജ് പറഞ്ഞിട്ട് നോക്കട്ടെ. ഒരു പായസം, പക്ഷെ വേറെ ടേസ്റ്റാണ്. ശർക്കര ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൽ കുറച്ച് ചെറിയൊരു കയ്പ് ചുവയുണ്ട്. ഇതെന്താ എനിക്ക് അറിയത്തില്ല, ഒരു യെല്ലോ കളറാണ്. പൈനാപ്പിൾ ഫ്ലേവർ എന്തോ ആണ്. കസ്റ്റേർഡ്, പൈനാപ്പിൾ ഫ്ലേവർ കസ്റ്റേർഡ് പോലെ. ഇത് നമ്മുടെ ബനാന ഫ്രിറ്റ്സ്, പഴംപൊരി. ഇതെങ്ങനെ നോക്കാം. അത് കൊള്ളാം, ഞാൻ ഇഷ്ടപ്പെട്ടു. കോഫി മാത്രമല്ല, ചായ ഉണ്ട്. ചായയും ഒരു ജാസ്മിൻ ടീ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു, ഫ്ലേവേർഡ് ടീ ആണ്. അത് നല്ല ലൈറ്റ് ഫ്ലേവേർഡാണ്. ആൾക്കാരൊക്കെ പോകുന്നു. എന്തായാലും കൊള്ളാം, ഇറ്റ്സ് ഗുഡ്. ഒരു വെറൈറ്റി ടേസ്റ്റുകളാണ് ഇന്തോനേഷ്യൻ ഫുഡും ബാലി ഫുഡും ഒക്കെ ഉള്ളത്. സോ പതിവ് പോലെ ലഞ്ച് കഴിക്കാൻ നമ്മൾ ഒരു കിഡിലൻ ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. അതെ, പക്ഷെ നല്ല രസം കാണാൻ. ഇവിടുത്തെ ഫുഡും അതേപോലെ തന്നെ അടിപൊളിയായിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. വെയിറ്റിംഗ്. നമ്മൾ നല്ല ഇന്തോനേഷ്യൻ ഇന്നും നമ്മൾ നാസി ഗോറി, അതല്ലേ നാസി ഗോറി. വീഡിയോ എടുത്തില്ല. സോ ഇന്നും ഞങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. ബീഫ് സ്പെഷ്യൽ അല്ലെങ്കിൽ സീ ഫുഡ് സ്പെഷ്യൽ ഐറ്റംസ് ആണ് പറയാൻ പോകുന്നത്. കാണിച്ചു തരാം. സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സും കപ്പ ചിപ്സും വന്നിരിക്കുകയാണ് വിത്ത് സാമ്പാൽ, സ്പൈസി സോസ്. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ആണ്. പിന്നെ ഒരു ഡ്രിങ്ക്, ലൈം ജ്യൂസ്. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ ചുമന്നിരിക്കണം. എന്താ അടിപൊളി. വന്നിരിക്കുകയാണ് ഗായ്സ്, നമ്മുടെ ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഒതന്റിക് ഫുഡ് വന്നിരിക്കുകയാണ്. ഇത് ഫ്രൈഡ് ന്യൂഡിൽസ് വിത്ത് ചിക്കൻ, ബീഫ് ആൻഡ് ബീഫ്, ഫിഷ്. മൂന്നുണ്ട്. പിന്നെ ക്രാക്കേഴ്സ്. ഇത് മുട്ട. ഇത് നാസി ഗോറങ്. ഇത് മീ ഗോറങ്. ഇത് നാസി ഗോറങ്. ഇന്ന് ഞാൻ മുട്ട കഴിച്ചാലോ കുഞ്ചു? കണ്ടിട്ട് നീ കൊതിയോണം. അങ്ങനെ ലുക്കല്ലേ മുട്ടയ്ക്ക്. പിന്നെ അതിന്റെ കൂടെയുള്ള കോംപ്ലിമെന്റ്സ് സാമ്പാർ, നമ്മുടെ ഫേവറേറ്റ് സാമ്പാർ, സോയ സോസ് ആൻഡ് പിക്കിൾഡ് വെജിറ്റബിൾ. എന്തായിരുന്നു അവർ പറയാം? പിക്കിൾ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ ഒരു ലസ്സി പറഞ്ഞു, ബനാന ഫ്ലേവർ ലസ്സിയാണ് പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് നൈസ്. അത് ഫ്രൂട്ട് ഉപയോഗിച്ചാണ്, എസൻസ് അല്ല. ഞാൻ എസൻസ് എന്ന് വിചാരിച്ചു. ഇത് പ്രോൺ ക്രാക്കേഴ്സ്. ഇതും ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ ഫേവറേറ്റ് ആയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. അത് ചിക്കനാ? ചിക്കൻ. ഇത് കഴിച്ചു നോക്കൂ, നല്ല ഫിഷോ? അതും മറ്റേ സംബാലും മിക്സ് ചെയ്യും. സംബാൽ അറിയോ? സംബാൽ ക്രിസ്പി ഫിഷ് അല്ലേ? മനസ്സിലാവുന്നില്ലല്ലോ.
അതെ, ഫിഷാണോ? ഉള്ളിലത്തെ മീറ്റിന് ഫിഷിന് ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഇനി ഇത് കുറച്ച് സോയാ സോസ് മുക്കട്ടെ. വാവ്, ബഗുഷി ഹോട്ട് ചോക്ലേറ്റ്. യെസ്, അപ്പോൾ നമ്മൾ ബാലിയിൽ നിന്ന് ഇതാ തിരിച്ചു പോകുന്നു. നമ്മുടെ ഫുഡ് ബ്ലോഗിന്റെ ലാസ്റ്റ് ഐറ്റം വേറൊന്നുമല്ല, കോഫി. കോഫിയാണ് മെയിൻ, കോഫിയാണ് താരം, എല്ലാം കോഫി തന്നെയാണ്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിപ്പ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ബാലിയുടെ ലാസ്റ്റ് സിപ്പ് ഓഫ് കോഫി ഫോർ നൗ. യെസ്, അപ്പോൾ ഈ ഒരു ബാലിയിലെ നമ്മൾ ഇങ്ങോട്ട് ഭക്ഷണം കഴിച്ചു എന്നുള്ള ഈ കുട്ടി ഒരു ബ്ലോഗും ഞങ്ങളിവിടെ അവസാനിക്കുന്നു. നമ്മൾ തിരിച്ച് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോവാണ്. പുട്ടിന്റെയും ദോശയുടെയും സാമ്പാറിന്റെയും ബിരിയാണിയുടെയും നാട്ടിലേക്ക്. അതെ. യെസ്, അപ്പോൾ ബൈ.